ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പൊക്കെ അല്ല ഇനി വരുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കുറേ കാലമായി എവിടേക്കെങ്കിലൊക്കെ ആയിട്ടൊന്നും പോകണമെന്ന് ഇങ്ങനെ പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ബാംഗ്ലൂർ പോവുകയാണ്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഇന്ന് പോയിട്ട് നമ്മൾ തിങ്കളാഴ്ച രാവിലെ വരുന്ന രീതിയിലായിട്ടാണ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതിന് നേരെ ട്രെയിൻ കയറിയിട്ട് ബാംഗ്ലൂർ വിടാം. ഇപ്പോൾ നമ്മൾ റെയിൽവേൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്ത് 160 റുപ്യാണ് ഒരാൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് ജനറലിൽ. ഇപ്പോൾ നമ്മളത് ട്രെയിൻ കയറി ഇപ്പോൾ സേലം എത്തി. പാലക്കാട് നിന്ന് പോകുന്ന കോയമ്പത്തൂരൊക്കെ കയറി സേലത്തി. നമ്മൾ നേരെ അടിയിലിരിക്കുന്ന സ്വാമികൾ, ഞാനിപ്പോൾ ഇവിടെ മേലെ ഇരിക്കുന്നത്, ഇതിൻ്റെ അടിയിലിരിക്കുന്ന സ്വാമികൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡല്ല, ചെറിയ മുട്ടായി. അത് നമ്മളെടുത്ത് ഈ ഒരു സ്പേസിലിരുന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കും കിട്ടി. ഞാനിത് കഴിക്കുകയാണ്, വേറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഒരു കിടക്കണ ഒരു കിടപ്പിലൂടെ കിടക്കുകയാണ്. എന്താ വെച്ചാൽ ഇവിടുന്ന് നീച്ച് കഴിഞ്ഞാൽ നമ്മളെ സീറ്റ് പോകും. പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ അടിയിൽ ആ മൂലക്കിലിരിക്കുന്ന സ്വാമിയാണ് നമുക്ക് ആ കപ്പലണ്ടി മുട്ടായി എന്നത്. അതിൻ്റെ മേലെ ഇരിക്കുന്ന ആൾക്കാരും മൂലക്കാർ ഗ്യാങ്ങായിട്ട് പോരുകയാണ് ബാംഗ്ലൂർ ഭാഗത്തേക്ക്. നമ്മൾ നീച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അപ്പോൾ സീറ്റ് പോവും. പിന്നെ അതിന് തണ്ടേണ്ട ഒരു ജനറലല്ലേ, ജനറലിൽ പോരുന്ന ഒരവസ്ഥ അറിയാമല്ലോ. എന്നാൽ തന്നെ തിരക്ക് കുറവാണ്. സാധാരണയൊക്കെ ട്രെയിനിൽ കാല് കുത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല ജനറലൊക്കെ. ആ ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ തിരക്കൊക്കെ വരുന്നുണ്ടാവും. നമ്മളെന്തായാലും സേഫായി. ഈ ഒരു ഉടായ്പനെ ഈ ചായയിലും മധുരം ഇടാതെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി മധുരം കൊണ്ടുവരാതെ പൈസ തരൂല പറഞ്ഞു. ഭായി വേഗം പോയി മധുരം കൊടുന്നിട്ടു. ഏകദേശം ഒരു 6:30 ആയി. മറന്തല്ലി പറഞ്ഞ സ്ഥലത്ത് ചെറിയ സ്റ്റോപ്പ് ഇട്ടിക്കാൻ, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഏതെങ്കിലും ട്രെയിൻ പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഏകദേശം എത്താനായിട്ടുണ്ട്. ഒരു 9:30 എത്തും. 6:30 ആയല്ലോ, ഒരു 3 മണിക്കൂറും കൂടി. 3 മണിക്കൂറും കൂടി എന്തായാലും ബാംഗ്ലൂർ എത്താനായിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 6 മണി 6:30 സമയമായിക്കുന്നു. ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മൾ. ബാംഗ്ലൂരെത്തി. ഇപ്പോൾ സമയം രാത്രി 9:30. നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. എല്ലാവരും പാക്കാക്കി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഈ സൈഡ് കണ്ടോ, എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനും ഇറങ്ങാൻ നിൽക്കുക.